ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ പ്രോഗ്രാമിംഗ് ഇൻ മലയാളം. നമ്മളിന്ന് ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു കാണുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സ്റ്റുഡൻറ്റ് ആപ്ലിക്കേഷനിൽ പുതിയതായിട്ട് ഒരു ലേഔട്ട് നമ്മൾ ആഡ് ചെയ്തു. അതുപോലെ തന്നെ ഒരു ബേസിക് HTML വ്യൂവിൽ നിന്ന് നമ്മളൊരു ബൂട്ട് സ്ട്രാപ്പ് ബേസ്ഡ് ടെംപ്ലേറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ നമ്മളിവിടെ ആഡ് സ്റ്റുഡൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡൻറ്റ് ആഡ് ചെയ്യാനുള്ള ഒരു ഫോമും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ആക്ച്വലി ഫംഗ്ഷനിലല്ല, കാരണം നമ്മൾ ഫംഗ്ഷനാലിറ്റി അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ടായിരിക്കും 1 by 1 ആഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ഒരു ലാർജർ ചേഞ്ച് ആണ്. നമ്മുടെ ഒരു ബേസിക് ആപ്ലിക്കേഷൻ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചേഞ്ചിൽ നമുക്ക് വേണ്ടി വന്നിട്ടുള്ള എക്സാക്ട് കോഡ് ചേഞ്ചും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ആയിരിക്കും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ വീഡിയോ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക. കാരണം ഇവിടെ മുതലൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു റിയൽ പ്രൊജക്റ്റിൻ്റെ ഒരു ബേസിക് കൈൻഡ് ഓഫ് UI-യും ബാക്കി ലേഔട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ ഒരു സീക്വൻഷ്യലി കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ കൺട്രോളർ ചെക്ക് ചെയ്യാം. ഈ കൺട്രോളറിൽ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഡാറ്റയും പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, നമ്മളിവിടെ ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസിനെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷേ അതുകൂടാതെ നമ്മളൊരു ക്രിയേറ്റ് ആക്ഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ക്രിയേറ്റ് ആക്ഷന് ആക്ച്വലി ഒരു ക്രിയേറ്റ് ആക്ഷന്റെ സെപ്പറേറ്റ് വ്യൂ ആണ് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു വ്യൂ ആണ് ആക്ച്വലി നിങ്ങളിവിടെ ആഡ് സ്റ്റുഡന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് എങ്ങനെയാണ് ഈ മെനു വന്നിരിക്കുന്നത്. ഓക്കെ, ഈ മെനു നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ മെനു എന്ന് പറയുന്നത് കോമൺ ആണ്. ഓക്കെ, ഈ ഒരു പേജിനും സ്റ്റുഡന്റിന്റെ ഹോം പേജിനും അതുപോലെ തന്നെ ക്രിയേറ്റ് പേജിനും ഈ ഒരു ടോപ്പ് സെക്ഷൻ എന്ന് പറയുന്നത് കോമൺ ആണ്. ഓക്കെ, ഇപ്പോൾ റിയൽ ആപ്ലിക്കേഷനിൽ നമ്മളിപ്പോൾ ഒരുപാട് പേജസ് ക്രിയേറ്റ് ചെയ്യുമെങ്കിലും അതിന്റെ ബേസിക് മെനു ലേഔട്ടൊക്കെ പലപ്പോഴും മിക്ക പേജിലും കോമൺ ആയിരിക്കും. അപ്പോൾ അതിന് എക്സെപ്ഷൻ ആയിട്ടുള്ള പേജസ് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ രജിസ്ട്രേഷൻ പേജ് അല്ലെങ്കിൽ ലോഗിൻ പേജ്, അതിനൊക്കെ എക്സെപ്ഷൻസ് ആണ്. പക്ഷെ ജനറലി ഒരു മിക്കവാറും പേജസ് ഒക്കെ തന്നെ ഒരു കോമൺ ലേഔട്ട് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കോമൺ കാര്യങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട് ഒരു പർട്ടിക്കുലർ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ആക്ച്വലി ലേഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലേഔട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ലേഔട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ലേഔട്ട് മൾട്ടിപ്പിൾ പേജസിൽ നമ്മൾ റീയൂസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഈ ഒരു മെനു ബാർ ആക്ച്വലി ഒരു കോമൺ ആയിട്ട് ഒരു സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്തതാണ്. ആ ഒരു കാര്യം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മൾട്ടിപ്പിൾ പേജിൽ ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ലോഡ് ചെയ്തിരിക്കുന്ന ഇതിന്റെ കോഡ് നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ ഇതിലെ കോഡ് ചേഞ്ച് കുറച്ചധികമായിട്ടുള്ളതുകൊണ്ട് ഈ ഈച്ച് ആൻഡ് എവറി ചേഞ്ച് നിങ്ങൾ ജിറ്റ് ത്രൂ നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് കമ്പയർ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ഇതിന്റെ കാണിച്ചു തരാം. അപ്പം നമ്മുടെ സൊല്യൂഷൻ എക്സ്പ്ലോറർ എടുത്തു കഴിഞ്ഞാൽ കുറച്ച് പുതിയ ഫയൽസ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വ്യൂസിലെ ഷെയർഡ് എന്ന് പറയുന്ന ഫോൾഡറാണ്. ഓക്കെ, അപ്പൊ അതിൽ അണ്ടർസ്കോർ ലേഔട്ട് എന്ന് പറയുന്ന ഒരു ഫയൽ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഫയൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇതൊരു എന്താണ്, ഒരു HTML പേജ് ആണ്. പക്ഷെ അതിൽ കുറച്ച് എക്സ്ട്രാ കണ്ടന്റ്സ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് നമ്മളിവിടെ ബൂട്ട് സ്ട്രാപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ബൂട്ട് സ്ട്രാപ്പ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ബേസിക് ആയിട്ട് പറയാം. ഇതൊരു CSS ഫ്രെയിംവർക്ക് ആണ്. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ റെസ്പോൺസീവ് ആയിട്ടുള്ള വെബ് പേജസ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാനായിട്ടാണ് ബൂട്ട് സ്ട്രാപ്പ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ബൂട്ട് സ്ട്രാപ്പിന്റെ ഒരു കോഴ്സ് അല്ലാത്തതുകൊണ്ട് തന്നെ ബൂട്ട് സ്ട്രാപ്പിലെ കാര്യങ്ങൾ വളരെ മിനിമലായിട്ടായിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടെംപ്ലേറ്റ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. കാരണം ബേസിക് HTML യൂസ് ചെയ്തുകൊണ്ടും ആക്ച്വലി കോഡിംഗ് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ലേഔട്ടിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പേജ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്ന ഈ നാവ് ബാർ ആണ് ആക്ച്വലി നമ്മുടെ ആപ്ലിക്കേഷനിലെ മെനു എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു സ്റ്റുഡന്റ് സിസ്റ്റം ഇതിലെ ബാക്കി ലിങ്ക്സും ഒക്കെയാണ് ഈ ഒരു നാവ് ബാറിനകത്ത് വന്നിരിക്കുന്ന ലിങ്ക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതിൽ ഈ വന്നിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം അതിന് മുമ്പായിട്ട് ഈ ഒരു പേജിന്റെ കണ്ടന്റ് സെക്ഷൻ, മെയിൻ കണ്ടന്റ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ ഒരു റെൻഡർ ബോഡി എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഇപ്പൊ ലോഡായിരിക്കുന്ന 2 പേജിലും
ആക്ച്വലി മെനു സെക്ഷൻസ് മാത്രമാണ് കോമൺ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആഡ് സ്റ്റുഡൻറ് എന്ന് പറയുന്ന പേജ് എടുത്തു കഴിഞ്ഞാൽ മെനു മാത്രമേ കോമൺ ആയിട്ടുള്ളൂ. ഓക്കെ, ബാക്കി വരുന്ന സെക്ഷൻസ് ആക്ച്വലി ഡൈനാമിക് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡൈനാമിക് സെക്ഷൻസ് ലോഡ് ചെയ്യാനായിട്ടാണ് ഇവിടെ റെൻഡർ ബോഡി എന്ന് പറയുന്ന ഒരു കാര്യം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഫൈനലി പേജ് റെൻഡർ ചെയ്യുന്ന സമയത്ത് ലേഔട്ട് യൂസ് ചെയ്തുകൊണ്ട് ബാക്കി പോർഷൻ ഓഫ് ദ പേജ് ഏത് പേജാണോ ലോഡ് ചെയ്യുന്നത് ആ ഒരു കണ്ടന്റ് ഇതിലേക്ക് ഫൈനലി ഫ്രെയിംവർക്ക് ഇഞ്ചെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫൈനലി വരുന്ന ഔട്ട്പുട്ടിൽ നമ്മുടെ ഈ മെനുവും ബാക്കി കാര്യങ്ങളും ഉണ്ടാവും, പ്ലസ് നമ്മുടെ ഈ ഒരു സ്റ്റുഡന്റ് ലിസ്റ്റിങ്ങും അതുപോലെ തന്നെ ഈ ഒരു ഫോമും ഉണ്ടാവും. ഓക്കെ, അപ്പം ഇവിടെ താഴെ നമ്മൾ ബൂട്ട് സ്ട്രാപ്പിന്റെ ജാവാസ്ക്രിപ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് ഈ ഒരു ലേഔട്ട് ഫയൽ എന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഫയൽസ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട 2 ഫയൽ എന്ന് പറയുന്നത് ഒന്ന് വ്യൂ സ്റ്റാർട്ട് ആണ്. ഓക്കെ, ഈ വ്യൂ സ്റ്റാർട്ട് _വ്യൂ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫയൽ. ഓക്കെ, ഈ ഫയൽ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഏതൊരു പേജ് അല്ലെങ്കിൽ ഏതൊരു വ്യൂ റെൻഡർ ആവുന്നതിന് മുമ്പ് ഫസ്റ്റ് ഈ ഒരു ഫയലാണ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ആയിരിക്കും നമ്മുടെ ഒരു വ്യൂവിന്റെ ലേഔട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ലേഔട്ട് =_ലേഔട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ലേഔട്ട് ബൈ ഡിഫോൾട്ട് _ലേഔട്ട് എന്ന് പറയുന്ന ഫയൽ വേണം യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇത് ആക്ച്വലി ലേഔട്ട് എന്ന് പറയുന്നത് ഒരു കോമൺ ലേഔട്ട് മാത്രമല്ല, നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലേഔട്ട്സ് ക്രിയേറ്റ് ചെയ്യാം. ഈവൻ ഒരു പർട്ടിക്കുലർ വ്യൂവിന് വേണ്ടി മാത്രം സെപ്പറേറ്റ് ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ അതൊക്കെ നമ്മൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയതിനു ശേഷം മാത്രമായിരിക്കും കാണിച്ചു തരുന്നത്. ഓക്കെ, ഇവിടെ ഈ ഒരു കൊടുത്തിരിക്കുന്നതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലേഔട്ട് ഫയൽ വേണം ബാക്കി പേജസ് ആസ് ഓഫ് നൗ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇവിടെ _വ്യൂ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കുറച്ച് ടാഗ് ഹെൽപ്പേഴ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സ്റ്റുഡന്റിന്റെ ഇൻഡെക്സ് ഫയൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് യൂസിങ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇമ്പോർട്ട് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അത് റിപ്പീറ്റഡ്ലി എല്ലാ വ്യൂവിലും നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് കുറയ്ക്കാനായിട്ടാണ് ഇങ്ങനെ ഒരു കോമൺ ആയിട്ടുള്ള വ്യൂ ഇമ്പോർട്ട് എന്ന് പറയുന്ന ഫയൽ നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ വ്യൂ ഇമ്പോർട്ടിൽ നിങ്ങൾ ആഡ് ചെയ്യുന്ന കാര്യങ്ങൾ അത് യൂസ് ചെയ്യുന്ന വ്യൂസ് എല്ലാം ഈ ഒരു കാര്യങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ടായിരിക്കും ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ടാഗ് ഹെൽപ്പർ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആക്ച്വൽ ഫോമിൽ. ഓക്കെ, നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ എക്സ്പ്ലോറർ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആക്ച്വലി ക്രിയേറ്റിന് ഒരു ഫോം ഉണ്ട്. ഓക്കെ, ഈ ക്രിയേറ്റ് ഫോമിൽ HTML ടാഗ്സ് അല്ലാത്ത കുറച്ച് ടാഗ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇതാണ് ആക്ച്വലി ടാഗ് ഹെൽപ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ആക്ച്വലി ഒരു ബൈ ഡിഫോൾട്ട് HTML ഫീച്ചർ അല്ല. ഓക്കെ, ഇത് .NET ഫ്രെയിംവർക്കിന്റെ ഒരു ഫീച്ചറാണ്. ഈ ഒരു ടാഗ് ഹെൽപ്പേഴ്സ് എനേബിൾ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ ഒരു വ്യൂ ഇമ്പോർട്ടിൽ ആ ഒരു കാര്യം ആഡ് ചെയ്ത് കൊടുത്തത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഫോം സബ്മിഷൻ ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് മെത്തേഡിലേക്ക് വേണം ഫോം സബ്മിറ്റ് ആവാൻ, അതുപോലെ തന്നെ മെത്തേഡ് പോസ്റ്റ് ആയിട്ട് വേണം ഈ ഫോം സബ്മിറ്റ് ആവാം എന്നാണ് ഇതിന്റെ ഒരു മീനിങ്. ഓക്കെ, അപ്പൊ അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ASP ഹൈഫൻ എന്ന് പറഞ്ഞ കുറെ ടാഗ് ഹെൽപ്പേഴ്സ് പല രീതിയിലും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ പല കാര്യങ്ങളും നമുക്ക് ഡയറക്റ്റില് നമ്മുടെ ഫ്രെയിംവർക്കിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഫ്രെയിംവർക്കിന്റെ രീതിയിൽ ലിങ്ക് ചെയ്യാനൊക്കെ ആയിട്ടാണ് എന്താണ് ഈ ഒരു ടാഗ് ഹെൽപ്പേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഫോം ആക്ച്വലി ഇപ്പോൾ ഫങ്ഷണൽ അല്ല, ജസ്റ്റ് ഒരു എന്താണ് ഫോം ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു ഫോമിന്റെ ലിങ്കിങ് മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ. ഇതിവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ സംഭവിക്കില്ല. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഹോം പേജിൽ പോയി കഴിഞ്ഞാൽ ലിസ്റ്റിംഗ് ഇവിടെ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആഡ് സ്റ്റുഡന്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ നമ്മളിവിടെ സോഴ്സ് കോഡിൽ നിങ്ങൾ കോഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഓക്കെ, മേജറായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആക്ച്വലി ജിറ്റ്ഹബിലെ എക്സാക്ട് കോഡ് ചേഞ്ച് വ്യൂ എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ച് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതും ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഈ ഒരു കമ്മിറ്റ് ഹാഷ് എക്സാക്ട് കമ്മിറ്റ് ഹാഷ് നമ്മൾ കണ്ടന്റ് സെക്ഷനിൽ കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ കമന്റിലൊക്കെ ആഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഈ ഒരു എക്സാക്ട് കമ്മിറ്റ് ഹാഷ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ കമ്മിറ്റ് ഹാഷിൽ ഗ്രീൻ കളറിൽ വന്നേക്കുന്നതാണ് ഈ ഒരു പർട്ടിക്കുലർ വീഡിയോയുടെ എക്സാക്ട് ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ 93 ലൈൻസ് ഓഫ് കോഡ് ഇവിടെ ആഡ് ആയിട്ടുണ്ട്, 4 ലൈൻസ് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ,
അപ്പോൾ അതിൽ സ്റ്റുഡൻറ് കൺട്രോളറിൽ ആകെ ആഡ് ആയിരിക്കുന്നത് ഈ ഒരു ക്രിയേറ്റ് എന്ന് പറയുന്ന മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ എന്താണ് പുതിയ ലേഔട്ട് ഫയൽ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ക്രിയേറ്റ് ഫോം HTML ഇവിടെ ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും. നമുക്ക് ഇവിടെ എ ടാഗിൽ ലിങ്ക് ചെയ്യാൻ വരെ ഈ ഒരു നമ്മുടെ ASP ടാഗ്സ് നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് href യൂസ് ചെയ്യണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു എന്താണ് ടാഗ് ഹെൽപ്പ് ഹൗസിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. വളരെ ഷോർട്ട് അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളർ ലെവലിൽ മനസ്സിലാക്കുന്ന രീതിയിൽ ഈ ഒരു ടാഗ്സ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇവിടെ ലിങ്ക് ചെയ്തിരിക്കുന്നത് ഇൻഡെക്സ് ആക്ഷനിലേക്കാണ്. നമുക്ക് ഇൻഡെക്സ് ആക്ഷൻ എന്ന് പറയുന്നത് ബേസിക്കലി ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസിലേക്കാണ് ഇത് ലിങ്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുപോലെ സ്റ്റുഡൻസിന്റെ ഇൻഡെക്സ് പേജ് എന്ന് പറയുന്നത് നേരത്തെ കണ്ട ഫോർ ലൂപ്പ് തന്നെയാണ്. അപ്പോൾ ആകെയുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മളിതൊരു എന്താണ് ULLI ആയിട്ടാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനകത്തൊരു ക്രിയേറ്റ് പേജിലേക്കുള്ള ലിങ്കും ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫംഗ്ഷനാലിറ്റി വൈസ് വേറെ ചേഞ്ച് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു ഫയൽ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാണ്ടിരുന്നത്. ഇതിലാകെ HTML എന്താണ് ടെംപ്ലേറ്റ് വൈസ് ഉള്ള മിനിമൽ ചേഞ്ചസ് മാത്രമേ ഈ ഒരു ഫയലിലുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ന്യൂ ഇമ്പോർട്ട്സും ഈ ഒരു ലേഔട്ട് ഫയലും. ഓക്കെ, ഇപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു GitHubലെ കമ്മിറ്റ് നോക്കിക്കൊണ്ട് ഈസി ആയിട്ട് ഇത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ആക്ച്വൽ എന്താണ് ഡാറ്റ ക്രിയേഷൻ വരുമ്പോൾ എന്താ ആഡ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബിഗിനർ സീരീസിൽ നിന്ന് കുറച്ച് അഡ്വാൻസ്ഡ് സീരീസ് ഉടൻ തന്നെ ഇതിന്റെ കണ്ടിന്യൂഷനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസ് കംപ്ലീറ്റ്ലി വാച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ ഒരു സീരീസ് ഫോളോ ചെയ്ത ഒരു പ്രൊഫഷണൽ ലെവൽ അല്ലെങ്കിൽ ഒരു ജോബ് റെഡി ആയിട്ട് സ്റ്റുഡൻസിനെ മാറ്റുക എന്നുള്ളതാണ്. അപ്പം ഈ ഒരു സീരീസിന്റെ ബാക്കി അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ഉറപ്പായിട്ടും ഉണ്ടാവുന്നതാണ്. ഇത് ഈ ഒരു ബിഗിനർ സീരീസ് കംപ്ലീറ്റിന് ശേഷം നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.